വെൽക്കം ടു ഓറിയന്റേഷൻ 10.4. അപ്പോ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ ഓറിയന്റേഷന്റെ സെക്കൻഡ് സെഷനിലാണ് അല്ലെ. നമ്മുടെ സെക്കൻഡ് സെഷൻ തീം നിങ്ങൾ കാണുന്നുണ്ടാവും. ഐസ് ബ്രേക്കിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, ഫസ്റ്റ് സെഷൻ നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നന്നായിട്ട് മനസ്സിലായെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇന്നിപ്പോ നമ്മുടെ സെക്കൻഡ് സെഷൻ ആയിട്ടുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് എല്ലാവരും എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഓൺ ബോർഡിങ്ങിന്റെ സമയത്ത് ഒരുപാട് ലേണേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങളുടെ കൂടെയുള്ള ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എവിടേക്കുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരൊക്കെയാണ് നിങ്ങളിവിടെ പഠിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അത് നമുക്ക് റിവീൽ ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഡേ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴേ അതാണ് നമ്മുടെ ബാച്ച്മേറ്റ്സിനെ ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സെഷൻ ആണെന്ന് വരുന്നത്. പരിചയപ്പെടാം. അപ്പോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് നല്ല കൂളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് ക്യാമറ ഓൺ, സെൽഫ് ഇൻട്രൊഡ്യൂഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ക്യാമറ ഓൺ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പേര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ ആരാണ്, അതുപോലെ തന്നെ എവിടുന്നാണ് നിങ്ങൾ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പ്രോഗ്രാം കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് പറയുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് നമ്മൾ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പറയുന്ന സമയത്ത്. മെയിൻ ആയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ പേരാണ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്ന് പറയണം. അതുപോലെ തന്നെ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ ലേൺ വൈസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച്, പിന്നെ ഇത് കൂടാത്ത കുറച്ച് ഫൺ എലിമെന്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തരുന്നുണ്ടാവും. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് മുബീന എന്നാണ്. ഒരുപാട് ഓൺബോർഡിംഗ് സെഷനിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവും. അപ്പോൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആണ്. പിന്നെ എന്നെ കൂടാതെ നിങ്ങൾ കൂടെ നമ്മുടെ വേറെ കുറച്ച് ഫാക്കൽറ്റീസും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ ഷാലു മാം ആണ്. ഷാലു മാമിനെ നിങ്ങൾ പലരും ഓൺബോർഡിങ്ങിന്റെ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ മെന്റർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അനുഷ മാം ഉണ്ട് നമ്മുടെ കൂടെ. അത് തന്നെ നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആണ്. കൂടാതെ റെക്കോർഡിംഗ് സെഷനായിട്ട് നമുക്ക് അക്ഷര മാം ഉണ്ട്. അക്ഷര മാം വരുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് നമ്മുടെ അബൈ സാർ നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ വാണി മാം ഉണ്ട്. അതുപോലെ തന്നെ ലിൻസ് മാം ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെട്ട് തുടങ്ങാം. അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ ആദ്യം ഷാലു മാം ടേക്ക് ഓവർ ചെയ്യാം. ഷാലു മാം, ഓവർ ടു യു. ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോ എല്ലാവരും ഇന്ന് നമ്മുടെ ഒരു ഇൻട്രോ സെക്ഷൻ, അതായത് ശരിക്കും ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് കേട്ടോ ഇന്ന്. നോർമലി നമ്മുടെ പഠിപ്പിനെ കുറിച്ച് ഒന്നും ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് തമ്മിൽ ഒന്ന് പരിചയപ്പെടാനും നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ്. എവ്രി വണ്ടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നു, എല്ലാവരും കോപ്പറേഷനും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ടൈം കളയാതെ. ഓക്കെ, അപ്പോ ശരിക്കും ഞാൻ റാൻഡം ആയിട്ട് വിളിക്കാം. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത്. അവര് തന്നെ ആദ്യം ആര് പറയുന്നു? ആണോ? ഇനീഷ്യേറ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ആർക്കെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് വരാനാണ്, ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആരെങ്കിലും റെഡി ആണോ പറയാൻ? ജസ്റ്റ് ഹാൻഡ് ഒന്ന് റേസ് ചെയ്യോ അങ്ങനെയാണെങ്കിൽ. മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ, നിങ്ങൾ കൂളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടുന്ന സെഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് എന്നുള്ള അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് വന്ന് സംസാരിക്കൂ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നിങ്ങളെ. ഓക്കെ, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ആയിഷ കെ. ഓക്കെ, ഞാന് BBA കോഴ്സ് ആണ് എടുത്തത്. പയ്യോളിയാണ് ലൊക്കേഷൻ. ഓക്കെ, ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? റീഡിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊക്കെ തന്നെ. ഫൈൻ. ഓക്കെ, ഇഷ്യൂ ഇല്ല. അപ്പൊ ആദ്യത്തെ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് താങ്ക്സ്. അടുത്ത ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? മാം, എന്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി ആണ് വീട് വരുന്നത്. +2 കഴിഞ്ഞു. 10 എടുത്തതിന് ശേഷമാണ്
ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. മാമൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. ഇതുവരെ എല്ലാം എനിക്ക് ഓക്കെ ആണ്, കംഫർട്ട് ആണ് എല്ലാത്തിനും. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ ഓക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പൊ എന്റെ ലേണേഴ്സ് ആരും മുന്നോട്ട് വന്നില്ല. മുബീന്റെ ലേണേഴ്സ് ആണ് മുന്നോട്ട് വരുന്നത്. ആരെങ്കിലും ഓക്കെ സാജൻ പറഞ്ഞു. എൻ്റെ പേര് സാജൻ. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ സ്വന്തം സ്ഥലം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്, രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ BBAക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം. ഇപ്പൊ ഫാമിലിയും എല്ലാം ഇവിടെ തന്നെയാണ്, ആന്ധ്രയിൽ തന്നെയാണ്. ഇവിടെയാണ് റീജിയണൽ സെന്ററും എക്സാം സെന്ററും ഒക്കെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. ഓക്കെ സാജൻ, താങ്ക് യു. ഇനി ആരാ അടുത്തത്? എന്റെ പേര് അനന്തു എന്നാണ്. ഞാൻ എന്റെ വീട് കോട്ടയത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിൽ ലുലുവിലാണ്. ഓക്കെ കോഴ്സ് BBA ആണ്. ഓക്കെ. എന്തിനു ഇഷ്ടമുള്ള സ്കിൽ എന്താ? ചെയ്യാൻ ഇഷ്ടമുള്ള എന്താ ബിസൈഡ്സ് ഇത് കൂടാതെ? കേട്ടില്ല മാം. സ്കിൽ എന്താ ചെയ്യാൻ ഇത് കൂടാതെ ഇഷ്ടമുള്ള എന്താ? ഹോബി എന്താ ആക്ച്വലി? ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഓക്കെ താങ്ക് യു അനന്തു. ഇനി അടുത്ത ആരാ വരുന്നേ? ഗുഡ് ഈവനിങ്. എന്റെ പേര് മോനിഷ് എന്നാണ്. ഞാൻ BBA ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശൈലംബ മാഡം ആണ് എന്റെ മെന്റർ. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ താങ്ക് യു. മോനിഷിന് പ്രത്യേക ഒരു താങ്ക് യു ഉണ്ട്. ബിക്കോസ് വർക്കിന്റെ ഇടയിലാണ് ആള് കയറിയിരിക്കുന്നത്. പ്രത്യേകം പറഞ്ഞിട്ടാണ് മോനിഷ് കയറിയത്. താങ്ക് യു സോ മച്ച് കേട്ടോ കയറിയതിന്. മോനിഷിന് ഇത് കൂടാതെ എന്താ താല്പര്യം? ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യാനാ താല്പര്യം? റീഡിംഗ് ആണ് എന്റെ ഹോബി. ആള് കുറച്ചും കൂടെ സ്റ്റഡീസിൽ കുറച്ചും കൂടി ഇൻവോൾവ് പേഴ്സൺ ആണ്, അതാണ്. ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ മോനിഷ്. ടൈം കണ്ടുപിടിച്ച് ചേർന്നതിന് താങ്ക് യു. ഓക്കെ താങ്ക് യു. My name is Smita. I'm from Malappuram. ഓക്കെ നീത എന്റെ സ്റ്റുഡന്റ് ആണ്. പറഞ്ഞു നീത, കണ്ടിന്യൂ ചെയ്തു. Yes, I was working here in Chennai as a CSA. That's all for now. ഓക്കെ താങ്ക് യു സോ മച്ച് നീത ഫോർ ജോയിനിങ്. ഞാൻ നിഖിത് ലാൽ. ഞാൻ കണ്ണൂരാണ്. കണ്ണൂര്. ഞാൻ കൊച്ചിയിലായിരുന്നു 18 കൊല്ലം. ഒരു ഡിസൈൻ കമ്പനിയിൽ ഇലക്ട്രോണിക്സ് ഡിസൈനിലായിരുന്നു. കറന്റ്ലി ഇഗ്നോറിന്റെ BBA കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. ഫാത്തിമ ബീവി എന്നാണ് എന്താ പറയാ കൗൺസിലർ, അവരെന്താ പറയാ, ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 12-ലാണ് കോഴ്സിന് രജിസ്റ്റർ ചെയ്തത്. പിന്നെ ലേൺവേഴ്സിന്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഞാൻ നോക്കി. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവട്ടെ, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ ജസ്ന. ഹായ്, എന്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് നോർത്ത് പറവൂരാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് BBA ആണ്. ജസ്നക്ക് ഇഷ്ടം എന്താ ചെയ്യാൻ? BBA അല്ലാതെ സ്കില്ലായിട്ട് ചെയ്യാൻ ഇഷ്ടം? ഇല്ലല്ല, ഹോബി ആയിട്ട് എനിക്ക് ഹോബി ആയാലും പറയും. ഓക്കെ താങ്ക് യു സോ മച്ച്. എന്റെ പേര് സിജു. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. വീട് എറണാകുളത്ത് തന്നെയാണ്. BBA ആണ് ഇപ്പൊ എടുത്തേക്കുന്നത് പഠിക്കാൻ. ഓക്കെ, എന്താണ് ഇതിന് പുറമെ, അതായത് സ്റ്റഡീസിന് പുറമെ എന്ത് ചെയ്യാനാണ് ഹോബി? ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യാനാ താല്പര്യം? മ്യൂസിക് ആണ്. പാടോ? ഇല്ല, കേൾക്കാനാ ഇഷ്ടം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ എങ്ങനെ പോകുന്നു? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാം. ഓക്കെ, അൻസൽ. ഓക്കെ, എന്റെ പേര് അൻസൽ മുഹമ്മദ് ആണ്. ഞാന് കൂട്ടിലങ്ങാടി മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞാന് BBA ആണ് കോഴ്സ് എടുത്തിട്ടുള്ളത്.
ശരിക്കും പറഞ്ഞാൽ ഞാൻ 2024 ജൂലൈ ബാച്ചാണ്. പക്ഷേ ഞാൻ ഫസ്റ്റ് സെമ്മ് ഇതിനെ പറ്റി ഞാൻ കുറെ ആൾക്കാർ അന്വേഷിച്ചപ്പോൾ ആർക്കും അതിനെ പറ്റി അറിയില്ല, കറക്റ്റ് ഇങ്ങോട്ട് അറിയില്ല. അപ്പോ എനിക്ക് ഡിസംബറത്തെ എക്സാം മിസ്സായി. അതേപോലെ ഫസ്റ്റ് സെമ്മാണ് മിസ്സായി. സെക്കൻഡ് സെമ്മ് ഞാൻ ഉംറക്ക് പോയിരുന്നു. അപ്പോ സെക്കൻഡ് സെമ്മാണ് മിസ്, അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ 2 സെമ്മ് പെൻഡിങ്ങിലുണ്ട്. ഇനിയിപ്പോ എന്റെ പ്ലാനിങ്ങിൽ ഇപ്പോ ഈ വരുന്ന ഡിസംബറിൽ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മ് എഴുതാനാണ് പ്ലാനിങ്. അതേപോലെ ലോജിസ്റ്റിക്സും പഠിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ആയിക്കാണ്ട് എടുക്കാൻ കാരണം, ഇഗ്നോ തെരഞ്ഞെടുക്കാൻ കാരണം. അതേപോലെ റീജിയണൽ സെന്റർ വടകരയാണ് വരേണ്ടത്. അതേപോലെ സ്റ്റഡി സെന്റർ MES മമ്പാടുമാണ്. മുബീന മാമാണ് മെൻറ്റർ, ഫുൾ സപ്പോർട്ടാണ്. മുബീനയുടെ മുഖത്ത് ആ സന്തോഷമുണ്ട്. മുബീനയുടെ സ്റ്റുഡൻസ് വരുമ്പോ മുബീനയുടെ മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. മാം ഭയങ്കര ഫോളോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അൻസലിന് ഇത് കൂടാതെ എന്ത് ചെയ്യാനാ താല്പര്യം ഫ്രീ ടൈമില്? ഞാൻ ലോജിസ്റ്റിക്സ് എടുക്കാൻ പ്ലാനിങ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ കറന്റ് ഞാൻ ഷോപ്പിക്ക് പോക്കുണ്ട്. നമ്മളെ ഷോപ്പിനുണ്ട് മഞ്ചേരി ചെരുപ്പിന്റെ ഷോപ്പുണ്ട്. അപ്പോ അങ്ങനെ ഇപ്പൊ പോക്കുണ്ട്. അങ്ങനെ ഓക്കെ. താങ്ക് യു സോ മച്ച് അൻസൽ. എന്റെ പേര് ആണോ? ജിപ്സൺ. ഫൈൻ. എന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും. ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി എടുക്കണം എന്ന് തോന്നി. അപ്പൊ എന്റെ ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു ജോലിയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത്. പിന്നെ മുബീന മാമാണ് എല്ലാത്തിനും നല്ലൊരു സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അൻസൽ എന്നല്ലേ പേര്? പേര് കാണുന്ന അൻസൽ. ഓക്കെ. ഇത് കൂടാതെ എന്താ ഹോബി? എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള? എന്താ ഫ്രീ ടൈമില്? ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ട്രാവലിംഗ് ആണ്. സമയം കിട്ടാറില്ല. നല്ല ഹോബി അല്ലേ ട്രാവൽ ചെയ്യുക, എല്ലാം കാണുക? ഭയങ്കര രസമുള്ള കാര്യമാ അല്ലേ? ഞാൻ കാര്യം പറഞ്ഞ കേട്ടോ. അതെ അതെ അതെ. എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി, പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. എന്റെ പേര് ദിൽന എന്നാണ്. ഞാൻ കാലിക്കറ്റ് അത്തോളി എന്നാണ് വരുന്നത്. ഞാൻ BBA ആണ് കോഴ്സ് എടുത്തത്. എന്റെ മാം എന്ന് പറയുന്നത് മുബീന മാം ആണ് മെന്റർ വരുന്നത്. അപ്പൊ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാൻ താല്പര്യം? ഇതേപോലെ ട്രാവലിംഗ് പോലെ വേറെ എന്താ ഹോബി? ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ പാട്ട് കേൾക്കാനും ഇടയ്ക്കൊക്കെ പാടാനും ഇഷ്ടാ. പാടോ? ഇടയ്ക്കൊക്കെ അങ്ങനെ പാടോ? ഇല്ല, ബാത്റൂം സിംഗർ എന്ന് പറയാം. ഓക്കെ, ഫൈൻ, സാരില്ല. ഓക്കെ. ഇയാളും ഒക്കെ തിരക്കുള്ള ആൾക്കാരാ. ജോലി മാറ്റി വെച്ചിട്ടാണ് ആക്ച്വലി വന്നിരിക്കുന്നത് ഇതിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ. അതിന് പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. വർക്കിന്റെ ഇടയിലാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞു അജ്മൽ. ഉള്ളത്. ആക്ച്വലി ഞാൻ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷെ എനിക്ക് അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഡിഗ്രി മസ്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ലേൺ വോയിസിൽ ഒരു ചാൻസ് കിട്ടിയത്. ഹോപ്പ്ഫുള്ളി എനിക്ക് എൻ്റെ ഇവിടുത്തെ വർക്കും ക്ലാസ്സസും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു നല്ലൊരു ബിസിനസ് കൺസൈൽ അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ. ശരി അജ്മൽ, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഹായ്, ഹലോ. എന്റെ പേര് യാസർ അറഫാത്ത്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പോ എന്റെ മെന്റർ വന്നിട്ട് അനുഷ മാം ആണ്. അപ്പൊ അനുഷ മാം എല്ലാ വീക്കിലും കോൾ ചെയ്യും. അനുഷ മാമിന്റെ കോൾ വരുമ്പോ തന്നെ ഒരു പേടിയാണ്, കാരണം എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പോ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ നാട്ടിലായതുകൊണ്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അനുഷ മാമിന്റെ കോൾ വരുമ്പോ തന്നെ എന്ത് പറയുമെന്ന് ഭയങ്കര പേടിയാണ്. അപ്പൊ മാം നല്ല സപ്പോർട്ടീവ് ആണ്. പിന്നെ ലേൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ BBA എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇയർ ഗ്യാപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇപ്പോൾ BBA എടുത്ത് അത് പഠിച്ച് കരിയറിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ ലേൺ വൈസിനെ കുറിച്ച് കൂടുതലും യൂട്യൂബിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഞാനിതിനെ കുറിച്ച് വേറെ ആരും അന്വേഷിച്ചിട്ടില്ല. യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടപ്പോൾ ലേൺ വൈസിന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പാക്കേജ് എടുത്ത് വിത്ത് മെന്റർ എടുത്ത് അങ്ങനെ ചേർന്നതാണ്.
അപ്പോൾ എന്തായാലും പഠിച്ച് ഒരു ഡിഗ്രി വാങ്ങണം. ഇപ്പോൾ ഇയർ ഗ്യാപ്പ് ഒക്കെ കുറേ ഉണ്ട്, എന്നാലും മാം കുറേ സപ്പോർട്ട് ഹെൽപ്പ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബലമുണ്ട്. അപ്പോ ഇതൊക്കെ തന്നെയാണ്. എന്താ ഹോബി എന്താ യാസറിന്റെ? എന്റെ ഹോബി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇഷ്ടമാണ്. കുറെ കാലം കൊണ്ട് പുറത്തായിരുന്നതുകൊണ്ട് ഫുള്ള് ഡ്രൈവിങ്ങിനാണ്. അപ്പൊ അത് തന്നെയാണ് ഇഷ്ടം മെയിനായിട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഹഫ്ന ജബിൻ എന്നാണ്. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. BBA ആണ് എടുത്തിട്ടുള്ളത്. മെന്റർ ഷാലു മാം ആണ്. ഓക്കെ ഹഫ്നക്ക് എന്താ എന്ത് ചെയ്യാനാ താല്പര്യം ഹോബി ആയിട്ട്? എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, മ്യൂസിക് കേൾക്കുന്നത് ഇഷ്ടമാണ്, പാടുന്നത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ അഫ്ന, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ടൈം ലിമിറ്റഡ് അല്ലേ? അപ്പൊ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ജസ്റ്റ് ഫോർ ഫൺ കേട്ടോ. നമുക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യാനും എല്ലാവരുമായിട്ടൊന്ന് ഒരു ഇന്ററാക്ഷൻ പോലെ നമുക്ക് തുടങ്ങാം. അപ്പോ നമുക്ക് ഫസ്റ്റത്തെ ഒരു ചെറിയൊരു ഗെയിമാണ്. ഫസ്റ്റത്തെ ഗെയിം എന്ന് 2 ട്രൂത്ത് ആൻഡ് 1 ലൈ ആണ്. അത് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും എന്ത് ചെയ്യാ, ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുറിച്ചിട്ടുള്ള 2 സത്യങ്ങൾ, ട്രൂത്ത് ആയിട്ടുള്ള 2 കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ലൈ ആയിട്ടുള്ള കാര്യവും പറയാം. എന്നിട്ട് അത് ആർക്കാണത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, പറഞ്ഞതിൽ കള്ളം ഏതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരാൾ ഐഡന്റിഫൈ ചെയ്യാം. റെഡിയാണോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. പറയുന്നത് ഇപ്പൊ കുറച്ച് പേരൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കുറച്ച് പേരുടെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അവരായിരിക്കും പറയാ, അല്ലെങ്കിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവരായിരിക്കും പറയുന്നുണ്ടാവുക. ആർക്കാണെങ്കിലും പറയാട്ടോ. ആരാദ്യം പറയാൻ വരുന്നത്? എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങളെ കുറിച്ചിട്ട് 2 സത്യവും 1 കള്ളവും പറയാം. വേറെ ആളെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എടുക്കാം. ഞാൻ പറയാം. എന്റെ പേര് മോനിഷ് എന്നാണ്. ഓക്കെ പറഞ്ഞു മോനിഷ്. ഓക്കെ. ഫസ്റ്റ് വൺ, ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഞാൻ മാരീഡ് ആണ്. തേർഡ് വൺ, ഞാൻ ഇപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ, ആള് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിച്ചവർക്ക് ക്ലിയർ ആയിട്ട് അയാള് വർക്ക് ചെയ്യണെന്നല്ലേ പറഞ്ഞത്? പുറത്തെവിടോ കുവൈത്തിലോ? കള്ള അതാണ് നാട്ടിലല്ല. ഓക്കെ, ആരാ പറഞ്ഞ? ഫസ്റ്റിനെയാണോ പറഞ്ഞേ? ഏതാ കള്ളം പറഞ്ഞത്? നാട്ടിലാണെന്ന് പറഞ്ഞതാണ് കള്ളം. ബാക്കി 2ഉം കറക്റ്റ് ആണ്. മാരീഡിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞതാണ് നാട്ടിലാണെന്ന് പറഞ്ഞ കള്ളം. പുറത്താണെന്ന്, പുറത്ത് വർക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. കുവൈത്ത് പറഞ്ഞത്. മോനിഷ് കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ്. അതെ, ഓക്കെ. അപ്പോ കൺഗ്രാറ്റ്സ് ഫസ്ന. അപ്പൊ ആദ്യത്തെ സ്കോർ ഞാൻ ഫസ്റ്റ് ആണ് കേട്ടോ. ആദ്യം റെഡിയായി വന്നത് മോനിഷാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് അടുത്തത് ആരാ പറയണേ? ഞാൻ പറയട്ടെ. പറഞ്ഞു. എന്റെ വീട് തിരുവനന്തപുരത്താണ്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. ഡ്രൈവിംഗ് ആണ് എന്റെ ഹോബി. ഓക്കെ, 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ. ഇതാരൊക്കെ ചെയ്യും? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. വർക്ക് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അതാണ് ലൈ അല്ലേ? ആണോ? അല്ല, അത് കറക്റ്റ് ആണ്. ഡ്രൈവ് അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോ 3 സത്യമായി പോയത്. അത് ഏറ്റവും നല്ലൊരു ഗെയിം ആയല്ലോ. എല്ലാം സത്യം പറഞ്ഞു പോയി. അറിയാണ്ട് എല്ലാം സത്യമാണോ പറഞ്ഞേ? എനിക്ക് നന്നായിട്ട് ഓടാൻ അറിയാം, നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, നന്നായിട്ട് പാടാൻ അറിയാം. ഓക്കെ. ഓടാൻ അറിയാന്ന് അറിയില്ലല്ലോ. സത്യം. ഓടാൻ അറിയാന്ന് അല്ല, ഓടാൻ അറിയാന്ന് പറഞ്ഞ സത്യാണ്. ഞാൻ അത്ലറ്റിക്സിലൊക്കെ പങ്കെടുക്കിയിരുന്നു. കൊക്കോ ചാമ്പ്യൻഷിപ്പ് ആണ്. പാടാൻ അറിയാന്ന് പറഞ്ഞതാണ് കളവ്. ഞാൻ പറയാം. എന്റെ പേര് പ്രിയങ്ക. ഞാൻ മെഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നല്ല ഡാൻസർ ആണ്. അതുപോലെ തന്നെ ഞാനൊരു സിംഗർ ആണ്. ഡാൻസർ ആണെന്നുള്ള കളവാണോ? അല്ല,
വർക്ക് ചെയ്യുന്നതാണോ? അല്ല. അല്ലേ? മൂന്നും സത്യമാണ് പറഞ്ഞത്. അല്ലല്ല, ഒരെണ്ണം കള്ള പറഞ്ഞത്. പേരാണോ? അല്ല, പേരൊക്കെ കറക്റ്റ് തന്നെ പറഞ്ഞ. ഞാൻ ചെയ്യുന്ന പാട്ടാണോ? അതെ സോങ് ആണോ? ആ. അതെ അതെ. ഇപ്പൊ എല്ലാരും ഒന്ന് ആക്റ്റീവായോ? തിരികെ നമുക്ക് പോവാവോ? ആ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് റംസീന എന്നാണ്. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിലിരുന്ന് വരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ഓഫീസ് എടുത്ത് റൺ ചെയ്യാണ്. മെഡിക്കൽ ഡ്രോപ്പ് ഔട്ട് ആണ്. ആൻഡ് മോറോവർ ഞാൻ നന്നായി ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കില്ലല്ലോ. അത് ശരിയാ, ഡാൻസ് കളിക്കില്ല. ആദ്യമേ പിടിക്കപ്പെട്ടു പോയല്ലോ. മുബീന, തിരികെ നമുക്ക് നമ്മുടെ സെഷനിലോട്ട്, നമ്മുടെ ഐസ് ബ്രേക്കിംഗിലോട്ട് തന്നെ ഒന്ന് തിരിച്ചു വന്നാലോ? പറഞ്ഞു ശാലുമ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഗെയിമിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നമുക്ക് നെക്സ്റ്റ് ഗെയിം ഉടനെ തന്നെ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പേരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് ആരാ സെൽഫ് ഇൻട്രോ പറയാൻ വരുന്നത്? ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്റെ പേര് പ്രിയങ്ക എന്നാണ്. ഓക്കെ, എന്റെ വീട് ഒറിജിനൽ ആണ് വേണ്ടതേ? എന്തോ? നമുക്ക് ഒറിജിനൽ ആണ് വേണ്ടതേ? ഒറിജിനൽ തന്നെയാ. ഓക്കെ. ഓക്കെ, എന്റെ പേര് പ്രിയങ്ക തന്നെയാണ്. ഞാൻ എറണാകുളമാണ്, ആലുവയാണ് എന്റെ പ്രോപ്പർ സ്ഥലം. ഞാൻ താമസിക്കുന്നത് ഇപ്പൊ എടപ്പള്ളിയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മെഡിവിഷൻ ലാബിൽ വർക്ക് ചെയ്യുവാണ്, കോർപ്പറേറ്റ് ഇൻചാർജ് ആയിട്ട്. ഒരു 7 months ആയതേ ഉള്ളൂ. ഞാൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കഴിഞ്ഞതാണ്, 1 year കോഴ്സ് റീസെന്റ്. +2 കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് 2012 ഒരു 10-12 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. ഇപ്പം BBA ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഞാൻ BBA എന്നല്ല, ഒരു ഡിഗ്രി എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പക്ഷെ പല കാരണങ്ങളും കൊണ്ട് ഞാൻ അത് പിന്നെയും വേണ്ടാന്ന് വെച്ചു, മാറിപ്പോവുകയും പിന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എടുത്തതിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേണമെന്ന് തോന്നിയത് കൊണ്ട് റീസെന്റ് ഇപ്പം BBAക്ക് ജോയിൻ ചെയ്തതാണ്. വെരി ഗുഡ്, താങ്ക് യു. എന്റെ പേര് മുഹമ്മദ് അനീസ്. ഞാൻ രാമനാട്ടുകരയാണ് എന്റെ സിറ്റി. ഇപ്പോ റീസെന്റ് +2 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു അറബിക് കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഗുലർ സ്റ്റഡി പറ്റില്ല. അപ്പം ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിക്കാണ്ട് നോക്കിയപ്പോഴാണ് ലേൺവൈസ് ചേർന്നതൊക്കെ. അഡീഷണൽ എന്താ സ്കിൽ ആയിട്ടുള്ളത്? എന്താ ചെയ്യാ? അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഡ്രൈവിങ്ങും ഫുട്ബോളും ഒക്കെ. ഡ്രൈവിംഗ് ആണ്. ഓക്കെ. എന്റെ പേര് നൗഷാദ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് എന്റെ സ്വദേശം. കുറ്റ്യാടി കേട്ടിട്ടുണ്ടാവുന്നത്. 99 പ്രീ ഡിഗ്രി കഴിഞ്ഞാണ് ഫറൂഖ് കോളേജിൽ നിന്ന്. അതിനുശേഷം BSc മാത്തമാറ്റിക്സ് ചെയ്തു. അത് എക്സാം ഒക്കെ എഴുതി ഫൈനലി പാസ്സായില്ല. അപ്പൊ പിന്നെ വേറെ ഫീൽഡിലോട്ടൊക്കെ പോയി. അതിനുശേഷം പിന്നെ ദുബായി പോയി, ഖത്തറിൽ വന്നു. ഇപ്പൊ ഖത്തറിൽ ഒരു കമ്പനി ഫിനാൻസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. CMA ചെയ്തിട്ടുണ്ട്. അപ്പോ CMA സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബിസിനസ് മാനേജ്മെന്റ് കോഴ്സ് ഏതെങ്കിലും ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് BBA. അഡീഷണലി പറയുകയാണെങ്കിൽ പ്രസംഗിക്കാൻ അറിയാം. പല മത്സരങ്ങളും പങ്കെടുത്തിട്ട് പലതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. എത്രയാണ് പറയാനുള്ളത്? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. എന്റെ പേര് ഷിഫാൻ. ഞാൻ തൃശ്ശൂർ ചാവക്കാട് വരുന്നു. +2 കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പോയി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫൈഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി വേണമെന്നുള്ള ആൾക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്തതാണ്. അഡീഷണൽ എന്താ ചെയ്യാം? റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു. എന്റെ പേര് സ്നേഹ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു, പൊന്നാനി ഭാഗത്തുനിന്ന്. ഞാൻ 2 വർഷം ഡിപ്ലോമ ചെയ്തു, പിന്നെ 2 വർഷം വർക്ക് ചെയ്തു, പിന്നെ പുറത്തായിരുന്നു ഹസ്ബൻഡ്. ഇപ്പൊ നാട്ടിലുണ്ട്. അത്രേ ഉള്ളൂ. ഹോബി എന്താ? ഹോബി ഡ്രോയിങ്. ഓക്കെ, ഇത്രയുള്ളൂ പറയാൻ. കഴിഞ്ഞു അല്ലേ? പെട്ടെന്ന് പറഞ്ഞു തീർത്തു. ഒറ്റ റെഡിയിൽ എല്ലാം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.
മാം ഹലോ, എന്റെ പേര് റംസീന. ഞാൻ ഓക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ബി ഓക്കെ ബി ആണ് കോഴ്സ് ജോയിൻ ചെയ്തത്. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡന്റ് ആണ്. എനിക്ക് മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കുറച്ച് നന്നായിട്ട് ഏതെങ്കിലും ഒന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം അച്ചീവ് ചെയ്യണം പറഞ്ഞു. അപ്പോ ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ഓഫീസ് എടുത്ത് ഇപ്പൊ റൺ ചെയ്യാണ് 3 years ആയിട്ട്. ഇപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ BBA ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തു. ഓക്കെ 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 താങ്ക് യു റംസിന. നമ്മള് ബ്രെയിൻ ബസ് എന്ന് പറഞ്ഞ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ആരാ വരുന്നേ? ആരെങ്കിലും ഒരാള് ഈ ഒരു ഇതൊന്ന് പറയാൻ മുന്നോട്ട് വരുമോ? ഹാൻഡ് റൈസ് ചെയ്യോ? അതായത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ കുറിച്ച് 1 മിനിറ്റിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ആരുമില്ല ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ജസ്റ്റ് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് 1 minute അല്ലെങ്കിൽ 1 sentence ജസ്റ്റ് ഒന്ന് പറഞ്ഞാലും. ഞാൻ പറഞ്ഞു. ഓക്കെ, ഓക്കെ പറഞ്ഞോളൂ. ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ചൈനയിലാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. വൻമതിൽ എന്ന് പറയും. ഇതിന്റെ നീളം എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് ഏതൊരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയതായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്, അത്ര പെട്ടെന്ന് കണ്ടു. ദാറ്റ്സ് ഓൾ. ഓക്കെ താങ്ക് യു. ഓക്കെ, അടുത്തെല്ലാം നോക്കാം. ഓക്കെ, ഈ 3 വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ 3 വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. എനി ഫ്രം 3. 3 വേണമെന്നില്ല, അതെന്തെങ്കിലും ഒരെണ്ണം ആരെങ്കിലും മുന്നോട്ട് വന്ന് ചെയ്യോ? റെയിൻബോ, ബൈസിക്കിളോ, ഓഷനോ ഏതെങ്കിലും ഒന്ന്. ഇത് ജസ്റ്റ് ഫോർ ഫണ്ണിനാണ്. ആരെങ്കിലും വാ. ആരുമില്ല? ആരുമില്ല. ഗെയിം അത് വേണ്ടേ? ഞാൻ തന്നെ പറയണം. ഓക്കെ, പറഞ്ഞു. എനിക്ക് പറഞ്ഞു. റെയിൻബോക്ക് 7 കളറുണ്ട്. ഇംഗ്ലീഷിലാ പറയേണ്ടത്. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. റെയിൻബോക്ക് 7 കളറുണ്ട്. ജിയോ ഇല്ലേ? ആകാശത്താണ് അത് കാണപ്പെടുന്നത്. മഴ പെയ്യുന്നതിന് മുമ്പേ ശേഷം അത് കാണപ്പെടാം. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, ഒരാൾ മാം, മാത്രമേ ഇപ്പം ബൈസൈക്കിളിനെ കുറിച്ച് പറയാമോ? ഇല്ല, നമുക്ക് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പോവാം. ബൈസൈക്കിളിനെ കുറിച്ച് പറയാമോ മാം? ഓക്കെ ഫൈൻ, പറ. Bicycle, it was my first experience when I drive bicycle when I was in 2nd standard. And I just slipped from a bicycle and it was a worst experience. I got a lot of wounds on my toes and heads and everywhere. And just I spilled in one drainage itself. And I just started to drive bicycle and I've learned bicycle. And with the help of that, I'm now riding bikes and everything. And it was a great experience for me, the first bicycle riding. ഓക്കെ വെരി ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസിന് ഷെയർ ചെയ്തിട്ടുണ്ട് ആള്. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നുകൂടെ കുറച്ച് പേരും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലേ, അവരൊന്ന് വിളിച്ചാലോ? എന്റെ പേര് ആദില. ഞാൻ മലപ്പുറത്തുനിന്നാണ് വരുന്നത്. ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ BBA ആണ്. പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് മ്യൂസിക് കേൾക്കുന്നത് നല്ല ഇഷ്ടമാണ്. പിന്നെ സ്കില്ല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ സ്പോർട്സ്, ഞാൻ അത്ലറ്റിക്സ് അതിനൊക്കെ ഉഷാറായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ വരുന്നേ? താങ്ക് യു ആദില. താങ്ക് യു. നെക്സ്റ്റ് ആരാ? ഇനി ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കി? ഹലോ മാം, ഓക്കെ, അതാരായിരുന്നു? പറഞ്ഞു. എന്റെ പേര് ദിയാന പറവീൻ. ഞാൻ മലപ്പുറം പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഓക്കെ, ഞാൻ BBA കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആഡ് ഓൺ കോഴ്സായിട്ട് CA കൂടി പഠിക്കുന്നുണ്ട്, അറബിക് കോഴ്സായിട്ട്. ഞാൻ ഫർഹാന. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, ഇപ്പൊ +2 കഴിഞ്ഞിട്ടാണ് BBAക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ, 3 മാസത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണോ? കാണുന്നുണ്ടോ എല്ലാവർക്കും? കാണാം. ഓക്കെ, നെൽസൺ മണ്ടേല ആരോ പറഞ്ഞല്ലോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റിലേക്ക് പോവാം.
ഇത് ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് രണ്ട് മേജും തമ്മിലുള്ള. ബൈസൈക്കിളിന്റെ സ്റ്റാൻഡ് ഒന്ന് ഈ സൈഡിലോട്ടാണ്, മറ്റേത് മറ്റേ സൈഡിലോട്ടാണ്. മറ്റേ സൈഡിലോട്ട് തന്നെ ഈ സൈഡ്. ഒന്നില് 3 ലൈനും ഒന്നില് 4 ലൈനും ഉണ്ട്. ആ സ്റ്റെപ്പിനിയുടെ അടുത്ത് നമുക്കിത് ജസ്റ്റ് നോക്കാം. ഇത് ജസ്റ്റ് ഐസ് ആദ്യന്നുള്ളതാ. ശോഭന. മറ്റേത് മോഹൻലാല് വന്നുപോയി. ഇത് VS അച്യുതാനന്ദൻ. ഓക്കെ. ഓക്കെ, നമുക്ക് ചെറിയൊരു ഗെയിമും കൂടെ നടത്തിയിട്ട് നമ്മുടെ സെഷനിൽ നമുക്ക് വൈൻഡപ്പിലോട്ട് നീങ്ങാം. നമുക്കൊരു ഡാബാൻഡൻ പറയുന്ന ഒരു സെഷനാണ് ഇനി. ഒരു ഗെയിമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഒബ്ജക്റ്റ് കാണിക്കും. ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് അത് സ്ക്രീനിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അവരാണ് ആ ഒരു ഐറ്റത്തിന്റെ വിന്നറായിട്ട് വരിക. ഓക്കെ. എന്റെ പേര് ശ്രദ്ധ. ഓക്കെ. എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. ഓക്കെ. ഞാൻ ITA ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഡിഗ്രി BBA ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത് കോഴ്സ്. ഓക്കെ. +2 കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രിക്ക് ആ ടൈമിൽ ജോയിൻ ചെയ്തില്ല. അപ്പോ ഇതിന്റെ ഒരു വാല്യൂ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് ഒരു ഡിഗ്രി വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ റെഗുലർ പോയി വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോ ഇല്ലാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ അത് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. അപ്പോ മുബീന മാമിന്റെ അടുത്ത് ചോദിച്ചപ്പോ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. അപ്പോ കുറച്ചൊരു ഗ്യാപ്പ് വന്നതിന്റെ പ്രശ്നമുണ്ട് പഠിക്കേണ്ടതായിട്ട് വരുമ്പോ. അപ്പോ ഞാൻ കാണുമ്പോ ഇതില് ഒരുപാട് നാളത്തെ ഗ്യാപ്പില് ശേഷം വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു ശ്രദ്ധ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഹലോ, ഹലോ, പറഞ്ഞോ. എന്റെ പേര് യാസ്മിൻ. ഐ എം ഫ്രം കാലിക്കറ്റ്. ഓക്കെ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 1 ഇയർ ഗ്യാപ്പായി. ഓക്കെ. അപ്പൊ ഡിഗ്രി എടുക്കണം തോന്നിയില്ലേ. ഞാൻ പൈലറ്റിംഗ് ആയിരുന്നു നോക്കിയത്. പക്ഷെ അതിൽ ഇന്ത്യയിൽ ഭയങ്കര കോസ്റ്റ് കൂടുതലായിട്ട് ഞാൻ 1 ഇയർ ഗ്യാപ്പ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഇഗ്നോയില് BBAക്ക് ചേർന്നു. ഓക്കെ. എന്റെ പേര് ഹേബ. ഞാൻ BBA ആണ് എടുത്തേക്കുന്നത്. +2 കഴിഞ്ഞ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ BBA കൂടി എടുക്കാന്ന് ഓർത്തു. ഓക്കെ. ഓക്കെ. എന്റെ പേര് ജംഷിയ. ഓക്കെ. ഞാൻ BBA ആണ് എടുത്തിരിക്കുന്നത്. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഡ്യൂട്ടിയിലാണ്. +2 കഴിഞ്ഞ് 2 ഇയർ ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് എടുത്തതാണ്. അത് കഴിഞ്ഞിപ്പോ BBA എടുത്തിക്കുക. എന്റെ പേര് മുഹമ്മദ്. ഞാന് കോഴിക്കോട് കൊടുള്ളിന്ന് വരികയാണ്. 2015-18 ഞാൻ BBA ഒരു തവണ കഴിഞ്ഞതാണ്. പക്ഷെ അങ്ങനെ കഴിഞ്ഞല്ല, ജസ്റ്റ് പോയി വന്നിട്ടൊന്നുള്ളൂ. പിന്നെ ചില സാഹചര്യം കാരണം കംപ്ലീറ്റ് ചെയ്തില്ല. ഇപ്പോ രണ്ടാമത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. കറന്റ്ലി ഞാനിപ്പോ സൗദി അറേബ്യയിലാണ്. ബിസിനസ് ആണ്. ബിസിനസ് കറന്റ്ലി റൺ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിന്റെ കൂടെ ഒരു ഡിഗ്രിയും ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ രണ്ടാമത് എടുത്താണ്. താങ്ക് യു മുഹമ്മദ്, താങ്ക് യു. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഷഹർബാന PV. എന്റെ ഡിസ്ട്രിക്ട് കണ്ണൂരാണ്. +2 കഴിഞ്ഞ് 2 വർഷം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ കാരണം 3 വർഷം പോയി പഠിച്ച് കംപ്ലീറ്റ് ആകാൻ പറ്റൂലെന്ന് വിചാരിച്ചിട്ടാണ് ഡിസ്റ്റൻസ് എടുത്തത്. ഒരു ഗെയിം കൂടെ കൊടുത്തിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഈ ഗെയിം വെർച്വൽ സ്കാവേജർ ഹണ്ട് എന്നാണ് ഗെയിമിന്റെ പേര്. ഓക്കെ.
ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു സൂചന തന്നതുപോലെ തന്നെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. അത് കാണുന്ന സമയത്ത് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീനിന് മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആദ്യം ആര് കൊണ്ടുവരുന്നു അവര് വിന്നർ. ഓക്കെ, കണ്ടല്ലോ അല്ലെ? ഇമേജ് കണ്ടല്ലോ അല്ലെ? ആരും പോയിട്ടില്ലേ? കൊണ്ടുവരാൻ ആരും പോയില്ലേ? അതെന്താ ചെയ്യേണ്ടത്? കപ്പ് എടുത്തിട്ട് കാണിക്കുകയാണോ വേണ്ടത്? അതെ 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 അതെ, കപ്പെടുത്ത് കാണിക്കുക. എത്രയും അതെ, ഫസ്റ്റ് കപ്പില്ല, വന്നല്ലോ ആരാ? ഒരു കപ്പില്ല, ബോട്ടിലാണ് ബോട്ടിലല്ലേ? വന്നത്. കപ്പില്ല. ഹഫ്ന കപ്പ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അഞ്ചല് കപ്പ് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരെണ്ണം കൂടെ കൊടുക്കാം അല്ലെ? ഇത് ബുദ്ധിമുട്ടല്ലേ? കലണ്ടർ ഉണ്ടാവും ആരെങ്കിലും? കലണ്ടർ ഇപ്പൊ എല്ലാവരും ഫോണിലല്ലേ നോക്കുന്നത്? ഉണ്ട് ഉണ്ട്. ഒരാൾ എടുത്തിട്ടുണ്ട്, സാജൻ എടുത്തിട്ടുണ്ട്, അനീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേതാ പിടിച്ചോ? നോട്ട്ബുക്ക്. അത് എല്ലാവരുടെ കയ്യിലുണ്ട്. ഓറിയന്റേഷൻ ഇരുന്നത് കാരണം എല്ലാരും ഒരു ബുക്ക് കൊണ്ടിരുന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഈസി ആയിട്ട് കിട്ടുന്ന ഒരെണ്ണം കൂടെ ചെയ്യാം. ന്യൂസ് പേപ്പർ. അതെ, ടൂത്ത് പേസ്റ്റ് കണ്ടിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒരു മൂവിയുടെ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അങ്ങനെയാണെങ്കിൽ ഗസ് ചെയ്യാമോ? കല്യാണരാമൻ. അടുത്തത് സോൾട്ട് ആൻഡ് പെപ്പർ. വെരി ഗുഡ്. ഇതോ? CID മൂസ. CID മൂസ. ഇല്ല, നാലാമത്തെ സ്പീക്കിംഗ് ആണ്. തലേണ മന്ത്രം. അപ്പോ നമുക്ക് ഇനി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം നമുക്ക് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം കൂടെ നമുക്കിപ്പോ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരുപാട് ടൈം ലാഗ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനിയും സെഷൻസ് ഉണ്ട്. നമ്മൾ സെഷൻസ് കഴിഞ്ഞിട്ടില്ല. പറഞ്ഞതുപോലെ സെക്കൻഡ് സെഷനിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനിയും നമുക്ക് 10-11 സെഷൻസ് കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ എല്ലാ സെഷനിലും ഇതുപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ ആർക്കും വലിയ എനർജി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ലാസ്റ്റിലോട്ടായിട്ടാണ് എല്ലാവർക്കും ഒന്ന് എനർജറ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതേ എനർജിയോട് കൂടി തന്നെ ഇനി വരുന്ന സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇന്ന് ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഇന്നലെ ന്യൂ ഹൊറൈസൺ ഫോം എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എല്ലാവരും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്കൊരു ആക്ഷൻ ടാസ്കും കൂടെ തന്നിട്ടുണ്ട്. അതെന്തായാലും ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ്, കൺസേൺ മെന്റേഴ്സ് അതൊന്ന് ഷെയർ ചെയ്ത് തന്നോളും. അതിനകത്ത് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമും, നിങ്ങളുടെ മെന്റർ ആണെങ്കിൽ മെന്റർ, അല്ലെങ്കിൽ LSC ആണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ അവരുടെ മെന്റേഴ്സിന്റെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ ഏതൊക്കെ ഗെയിമാണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതേപോലെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള നമ്മൾ സെഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഇന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് സെഷൻ വൈൻഡ് അപ്പ് ആവുന്ന ഉടനെ തന്നെ നിങ്ങൾ മെന്റേഴ്സ്, LSCs ഒക്കെ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് തരും. എല്ലാവരും ഇതെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. ആരും അതിലൊരു വീഴ്ച വരുത്താതിരിക്കുക. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ? എല്ലാരും ഹാപ്പി ആയില്ലേ? നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എങ്ങനെ ഉഷാറായില്ലേ? താങ്ക് യു സോ മച്ച്. എല്ലാവരും ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. പ്രതീക്ഷയിൽ കൂടുതൽ ആൾക്കാർ കയറി. താങ്ക് യു സോ മച്ച്. ഇനി മൊത്തം ഈ ഒരു കോർപ്പറേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് വരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ ഭാഗത്തുനിന്നും കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതങ്ങ് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച് എവറിബഡി.